8 ദിവസത്തേക്ക് അവർ യാത്ര ചെയ്ത് അവസാനം 9 മാസം അവിടെ സ്റ്റേ ചെയ്ത് ബഹിരാകാശ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും അയവിറക്കി ഭൂമിയിൽ ജീവിക്കുമ്പം അവർക്ക് മുമ്പിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇവർ അവിടെ താമസിച്ച സമയത്ത് ഓരോ മാസവും 1% വെച്ച് അവരുടെ ബോൺ ഡെൻസിറ്റി, എല്ലിൻ്റെ സാന്ദ്രത കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഈ 0 ഗ്രാവിറ്റിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു സമ്മർദ്ദത്തിൽ അതിൻ്റെ എന്താക്കും, ഈ ബോണ്ട് ഡെൻസിറ്റി കുറഞ്ഞു പോകും. ഇത് 9 മാസം സ്റ്റേ ചെയ്യുമ്പോൾ എത്ര ആയിട്ടുണ്ടാവും, 9% ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഒടിവും ചതവൊക്കെ വരാനുള്ള ഒരു സാധ്യത ഇവർക്ക് മുമ്പിലുണ്ട്. നമുക്കറിയാം 0 ഗ്രാവിറ്റിയിൽ ഫ്ലൂയിഡ് ഈ ആക്സിലറേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റിക്ക് അനുസരിച്ചല്ല പോവുക. ചിലപ്പം താഴോട്ട് പോകേണ്ട ഫ്ലൂയിഡ് ചിലപ്പോൾ മേലോട്ടൊക്കെ പോയിട്ടുണ്ടാവും. ഇത് തലച്ചോറിലും മുഖത്തൊക്കെ നീർവീക്കം ഉണ്ടാക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഗ്രാവിറ്റി ഇല്ലാതെ നമ്മുടെ ഹൃദയം സാധാരണ രീതിയിൽ പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ ക്ലോട്ടുകളൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചികിത്സകളൊക്കെ ആയിരിക്കും ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രിവെൻറ്റ് ചെയ്യാനും ഇതിനൊക്കെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്പേസിൽ അവരൊരുപാട് കോസ്മിക് റേഡിയേഷന് അവരുടെ ശരീരത്തിലൊക്കെ പതിയുന്നുണ്ടല്ലോ. ഇത് DNA ഡാമേജ് ചെയ്യാനും ക്യാൻസർ വരാനുള്ളൊരു റിസ്ക്കും ഉണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റി വീക്കായി പോകാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഒരുപാട് ഇൻഫെക്ഷനൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുക കേട്ടോ. പിന്നെ മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ വ്യതിയാനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 9 മാസം ബഹിരാകാശത്തിൽ പേടകത്തിലൊക്കെ ജീവിച്ച സാഹചര്യത്തിൽ 0 ഗ്രാവിറ്റിയിൽ ജീവിച്ച് ഇനി വീണ്ടും ഭൂമിയിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ നടക്കുന്നതിനൊക്കെ മുമ്പിൽ ഒരു കുട്ടി പിച്ച വെച്ച് നടക്കുന്നത് പോലുള്ള ഒരു നടത്തമൊക്കെ ഫോളോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, റീഹാബിലിറ്റേഷൻ ഇതൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇവരെ വീണ്ടും നമ്മുടെ ഭൂമിയിൽ വാസസജ്ജമാക്കുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് സൈക്കോളജിക്കൽ ചലഞ്ചുകൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. അത് ലോങ് ടേം ആയിട്ട് ഡിപ്രഷന് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു വിദൂര സാധ്യതയുണ്ട്. പിന്നെ രുചിക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉറക്കത്തിൽ ചില വ്യതിയാനം വരാം. കാരണം നമുക്ക് പറഞ്ഞാൽ സ്പേസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു പേടകം ഒരു റൗണ്ട് ഇത് 60-90 മിനിറ്റ് കൊണ്ടാണ് ഒരു റൗണ്ട് സർക്കുലേറ്റ് ചെയ്യുക ഭൂമിക്ക് ചുറ്റും ഈ ബഹിരാകാശ പേടകം. അപ്പോൾ ഒരു ദിവസം ഒരു 90 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു പകലിൻ്റെയും നൈറ്റിൻ്റെയൊക്കെ എപ്പിസോഡ് വന്നിട്ടുണ്ടാവും. ഈ ഒരു സൈക്കിൾ, നമ്മുടെ ഭൂമിയിലുള്ള ഈ ഒരു സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാനും അതിലേക്ക് വീണ്ടും ഉറക്കത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവാനും കുറച്ച് സമയം എടുത്തെന്ന് വരാം.